ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? RSSന്റെ തലതൊട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ, ഗോൾവാൾക്കർ, ഗുരുജി ഗോൾവാൾക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം, ആ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളുത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം. ഞങ്ങളാരെങ്കിലുമാണോ? ഇവിടെയുള്ളവരല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണോ? നിങ്ങൾക്കത് ഓർക്കാൻ വിഷമാണല്ലേ? എന്തേ വിഷമം? നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ? ഇത് മാത്രമാണോ? പി പരമേശ്വരനെ അറിയില്ലേ? 2013 സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ പി പരമേശ്വരൻ, അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം, മലയാള മനോരമ അന്വേഷിക്കണം. RSS ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം. ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇത് കേരളത്തിലെ കാര്യം ഇനിയുമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ? ദേശീയ തലത്തിൽ കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്കറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങൾ അത് മറച്ചു വെക്കുന്നത്? 1984 RSSന്റെ സർ സംഘചാലക് മധുകർ ദത്താത്രേയ ദിയോറസ്, അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത്? ബാബറി മസ്ജിദ്, അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനമെടുത്തത് 1986 രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്?